ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചക്കപ്പരിപാടിയും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തൊടുവിൽ ഒരു പ്ലാവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ടൈം ഉണ്ടായ ചക്കയാണ്. അപ്പോൾ അത് വെച്ചങ്ങാണ്ട് ഇന്നൊരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് ഒരു 8-10 ചക്ക ഉണ്ടായിക്കണ്. അതിൽ 2 മൂത്തിക്കണം. അപ്പോൾ ഒന്ന് ഞങ്ങൾ പറിച്ചെടുത്തു. അപ്പം മൂത്തശ്ശി വന്നിട്ടുണ്ട് രാവിലെ. അപ്പോൾ താത്ത ഉണ്ടായപ്പോൾ നമുക്ക് കൂട്ടാൻ വെക്കുക ഇറങ്ങാണ്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കൊന്നും രസമല്ലല്ലോ. അപ്പോൾ ഒന്ന് പഴിപ്പിച്ചാനും വേണ്ടി വെച്ചിരിക്കണം. ഒന്ന് ഞങ്ങൾ ചക്കയും അതേപോലെ പല വകയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു കൂട്ടാനും ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ചക്ക നമ്മളെ തൊടുവിൽ ആദ്യമായിട്ട് ഉണ്ടാകില്ല. അപ്പോൾ നമുക്കൊരു ആകാംക്ഷയാണല്ലോ, ഇതെന്ത് ചക്കയാണെന്നും അറിയില്ല. പഴഞ്ചക്കനാണോ അതോ വരിക്കച്ചക്കയാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് താത്ത മുറിച്ചാണ്. അപ്പോൾ അതിന് മാത്രം വലിപ്പമൊന്നുമില്ല, ചെറുതാണ് ചക്ക. അപ്പോൾ കണ്ടോ നല്ലോണം മൂത്തുക്കണം കേട്ടോ ചക്ക. ചെറിയ ചുളയാണ്. അപ്പോൾ ചക്കയും പല വകയും ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് ഇട്ടിക്കണമെന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇട്ടിക്കണമെന്നാണ്. ഫസ്റ്റ് നമ്മൾ ചാനൽ തുടങ്ങിയ ഉടനെ ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒരു കേക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് ഒരുങ്ങണത്. അങ്ങനെ താത്ത അതൊക്കെ കട്ട് ചെയ്തെന്ന് ഞാൻ അരിഞ്ഞു. അങ്ങനെ രണ്ടാളും പാടായിട്ട് പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ ചക്ക അരിയലൊക്കെ കഴിഞ്ഞു. ഇനിയൊക്കെ ഒന്ന് കുക്കറിലിട്ടുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്ക കേൾക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിത് കേൾക്കിയിട്ടില്ല. പണ്ടൊക്കെ മുതലേ ആൾക്കാർ നമ്മൾ പഴമക്കാരൊന്നും ചക്ക കേൾക്കൂലല്ലോ. അപ്പം ചക്കൻ്റെ ഉള്ളിലൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ. പുറത്തത്തെ തോലൊക്കെ കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ചക്ക അരിഞ്ഞെടുക്കണത്. അപ്പോൾ ചക്ക കേൾക്കിങ്ങാണ്ട് വേവിക്കണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൽ പിന്നെ ഒരു വിഷാംശവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്തങ്ങാണ്ട് കുക്കറിൽ ഇട്ടെടുത്തു. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് 2-3 വിസിലിന് വേവിച്ചെടുക്കുക. അങ്ങനെ അത് വേകുമ്പോഴത്തേന് നമുക്ക് പലവകയും വേവിച്ചെടുക്കണം. അപ്പോൾ പലവക കൊണ്ടുവന്നിക്കണം. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ താത്തറയിൽ നല്ലോണം നെയ്യുണ്ട് കാരണം. അപ്പോൾ അതൊക്കെ നെയ്യൊക്കെ ഒന്ന് മാറ്റിയെടുത്തുങ്ങാണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കേൾക്കിങ്ങാണ്ട് എടുക്കും വേണം. അങ്ങനെ പല വകയൊക്കെ കഴുകി കുക്കറിൽ ഇട്ടെടുത്തിട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിനി അതിട്ടെടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി നമ്മൾ ബീഫൊക്കെ എന്തൊക്കെ ഇടണേ അതൊക്കെ ഇട്ട് കൊടുത്തിക്കണം. വല്ലുള്ളിയും തക്കാളി ഇട്ടെടുത്തിട്ടില്ല. പിന്നെ ചെറിയ ഉള്ളി താത്തോടെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചതില്ലേനി. അപ്പോൾ അതും ഇട്ടെടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്തങ്ങാണ്ട് നമ്മൾ വേവിച്ചെടുക്കുക. കിച്ചണിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോരോ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ബോറടി കഴിക്കാറല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര രസം കഴിക്കാരം. പിന്നെ സംസാരത്തിന് ഞങ്ങൾ രണ്ടാളും തീരെ കുറവൊന്നുമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അങ്ങനെ താത്തയാണ് മിക്സ് ചെയ്യണം. എനിക്ക് വേഗം ചുട്ടെത്തും. ഞാൻ താത്ത ഞങ്ങൾ തന്നെ മിക്സ് ചെയ്തോളി ഇറങ്ങാണ്ട് താത്താക്ക് വേഗം കൊടുത്തു. കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ചക്കയൊക്കെ നല്ലോണം വെന്തൊക്കെ കിട്ടും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു. അപ്പം ഇനി ബീഫ് വേവിച്ചതും രണ്ടും പാടെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പം ലാസ്റ്റ് പണി ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അത് തൂമിച്ചെടുത്തിക്കണം. തൂമിച്ചങ്ങാണ്ട് അവിടെ ഓഫാക്കി ഇട്ടേക്കാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അതിക്ക് ഒഴിച്ചു കൊടുക്കാൻ.
ചക്കയും പലവകയൊക്കെ കഴിച്ചിട്ടോ. എന്നിട്ടൊരു 3 മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് എൻ്റെ ഇളച്ചനൊക്കെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നടക്കുകയാണെങ്കിൽ കുറച്ച് ദൂരമുള്ളൂ. നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ചുറ്റിക്കറങ്ങി ഇങ്ങനെ പോകണം. അപ്പോൾ ഞാനും മൂത്തച്ചിത്താത്തയും അതേപോലെ നമ്മളെ ആദ്യം നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. മറ്റവരൊന്നും പോന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പം മുകളിൽ നിന്ന് നമ്മളെ വീട് ഇങ്ങനെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ റോഡ് പഞ്ചായത്ത് റോഡാണ്, നന്നാക്കിയിട്ടില്ല. അപ്പം നമ്മളെ അങ്ങാടിക്ക് വരെ ഈ റോഡ് പോകുന്നുണ്ട്. അപ്പം ഇനി നന്നാക്കുമായിരിക്കും. ആദ്യത്തെ മെമ്പർ നന്നാക്കിയിട്ടില്ല, ഇനി പുതിയ മെമ്പറൊക്കെ ആയല്ലോ. അപ്പം നമുക്ക് കാത്തിരിക്കാം നന്നാകുമോ ഇല്ലേന്ന് കാണാം. നമുക്ക് ഇഷ്ടംപോലെ അധികം വീടുകളുണ്ട് കേട്ടോ അവിടെ. എന്നാലും റോഡ് നന്നാക്കിയിട്ടില്ല. ഒരുവിധം റോഡുകളൊക്കെ ഞങ്ങളെ പഞ്ചായത്തിൽ നന്നാക്കി. ഇനി ഞങ്ങളെ റോഡും കൂടി ഉണ്ട് നന്നാവാൻ. അങ്ങനെ അപ്പം ഞങ്ങൾ വീട്ടിലെത്താനായിട്ടോ. അപ്പം എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ ഞങ്ങളെ വീട് 1 ഏക്കർ സ്ഥലം ഉണ്ടായിന് ഇവിടെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് ഇപ്പം ഇഷ്ടം പോലെ വീടുകൾ വന്നു. അപ്പോൾ അതിന് തന്നെ 10 സെൻറ്റ് സ്ഥലം വാങ്ങിയാണ്ട് ഇളച്ചന് അവിടെ വീട് കയറ്റി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും വേറെ വേറെ സ്ഥലത്തായിട്ട്, നമ്മളെ കരളായി പഞ്ചായത്ത് തന്നെയാണ്, എല്ലാവരും വേറെ വേറെ താമസമാണ്. പിന്നെ ഇക്കിമ്മിയൊക്കെ മരിച്ചിരിക്കണ്. അപ്പോൾ ആരുമില്ല. ഇവിടെ 10 മക്കളാണ് കേട്ടോ, 5 ആണും 5 പെണ്ണും. അപ്പോൾ ചെറുതാണ് ഇളച്ചന്, 9ാമത്തെയാണ് ഇവിടെ നാണിപ്പാക്ക. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. ഇത് ഇളച്ചൻ്റെ വീടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ വീടിന് ഞങ്ങളെ തറവാട്, അത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ വീട് കയറ്റിയത്. അപ്പോൾ ഞങ്ങൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് ഓക്കും കൊണ്ടുവന്ന് കൊടുക്കാതിരിച്ചുകൊണ്ട് അതൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മളെ പ്ലാവും ആദ്യമായിട്ട് ഉണ്ടായതല്ലേ. ഇത് ഇളച്ചൻ്റെ ചെറിയ കുട്ടിയാട്ടോ. അവന് 2 മക്കളാണ്, 2 ആൺകുട്ടികൾ. അപ്പോൾ ഇത് ചെറുത്, ഇവന് വലുത്. അപ്പോൾ ഇളച്ചനും ഇളച്ചിയും അതേപോലെ ഇവർ രണ്ടാളും തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഒളിച്ചിക്കേനു അവനെ കണ്ടപ്പം. നമ്മളെ സ്പൈഡർമാൻ്റെ മുഖം മൂടിയൊക്കെ ഇട്ടാണ് അവൻ വന്നിക്കണത്. അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ ഇളച്ചനെ കാണാലോ, അവൻ അങ്ങാടിക്ക് പോയതാണ് പറഞ്ഞ്. അങ്ങനെ ചക്കക്കൂട്ടാനൊക്കെ ഇളച്ചിക്ക് കൊടുത്തു. അങ്ങനെ ആദ്യമൊക്കെ ഞങ്ങളിവിടെ ഇടക്കിടക്ക് കൂടിയിട്ടോ. അപ്പോൾ കൂടലൊക്കെ കുറച്ച് കമ്മിയായിരിക്കണം, കാരണം എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ഓരോരോ ചുറ്റുപാടാണല്ലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് അപ്പോൾ മക്കളെയൊക്കെ കൊണ്ടുങ്ങാണ്ട് ഞങ്ങളൊന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇളച്ചനവിടെ വണ്ടി നന്നാക്കിനെ. അപ്പോൾ വണ്ടി നന്നാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ പോവുക ഇറങ്ങാണ്ട് ഞങ്ങളങ്ങനെ വണ്ടിയിൽ വെറുതെ കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങിങ്ങാണ്ട് അങ്ങനെ പോയി വന്നു. അപ്പം പുഴയൊക്കെ കാണുന്നതും രസമാണല്ലോ. വണ്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. പൊയ്യിലെത്തിട്ടോ. അപ്പോൾ അത് ആദ്യമൊക്കെ കുറേ വർഷങ്ങൾ മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ കുറേ ഇങ്ങോട്ട് എന്നും പോയി കലക്കാൻ വന്നിക്കണം. അന്ന് കിണറ്റിലൊന്നും വെള്ളം തന്നെ ഉണ്ടാവില്ല. നമ്മളൊരു കിണറുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ കിണറ്റിൽ നിന്നാണ് എല്ലാവരും വെള്ളം കൊണ്ടുപോയിനിയത്. അപ്പോൾ ഞങ്ങൾ മരിച്ചെന്ന് ഞങ്ങളെല്ലാവരും എന്നും ഇങ്ങോട്ട് വന്നേനി കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, നമ്മൾ ഇവിടെ നിന്നല്ലേനിയോ തിരുമ്പീനിയത് എന്നൊക്കെ. നമ്മൾ തിരുമ്പിയ പാറ തന്നെ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ മക്കൾക്കൊക്കെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഊറ്റിട്ടോ. അപ്പോൾ അങ്ങനെ പോയ കൂടെയൊക്കെ ഒന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുങ്ങാണ്ട് ഞങ്ങൾ തിരിച്ച് വേഗം പോകുന്നു ചെയ്തിട്ട്. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 5:30 കഴിക്കണ്. പിന്നെ മരുവിൻ്റെ ബാങ്ക് വേഗം കൊടുക്കുമല്ലോ. അപ്പോൾ കുറച്ച് നേരം കയ്യിലങ്ങനെ ഓലും കൊണ്ട് നടന്ന് പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുഴ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ അങ്ങനൊന്നും ഞാൻ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.